ഏതാ കൂടുതൽ ടഫായിട്ട് തോന്നിയേ? മാത്സ് കുറച്ചൊരു ആണോ? പഠിച്ചില്ല, പ്രിപ്പയർ ചെയ്തില്ലേ ഇത്തവണ? അതെയോ? ഏതായിരുന്നു കൂടുതൽ ടഫായിട്ട് തോന്നിയ, ഹാർഡായിട്ട് തോന്നിയത്? മാത്സും സയൻസും. ഇംഗ്ലീഷും സൈക്കോളജിയും നല്ല ഈസിയാണ്. ഹെൽപ്പ് കിട്ടിയിരുന്നോ പഠിക്കാൻ വേണ്ടി? ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരുന്നു. സർവീസ് സ്നേഹിക്കുന്നതുകൊണ്ടുള്ള നഷ്ടം കുട്ടികൾക്കാണ്. കാരണം എന്താ പറയുക, അധ്യാപകർ ഇപ്പൊ ഫുള്ള് ഇതിലേക്ക് ലയിച്ച് കിടക്കുകയാണ്. നമുക്ക് ക്ലാസ്സുകളില് സ്കൂളുകളില് അതിൻ്റെതായ പെർഫെക്ഷനിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സർവീസ് ഉള്ള അധ്യാപകരെ കഴിയുന്നതിൽ നിന്ന് ഒഴിവാക്കി. ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ കോഴിക്കോട് പ്രൊവിഡൻസ് സ്കൂളിന്റെ മുന്നിലാണുള്ളത്. ഇന്നത്തെ പ്രത്യേകത, ഇന്ന് കേടെറ്റ് പരീക്ഷകൾ തുടങ്ങാണ്. അപ്പൊ ഈ കേടെറ്റ് പരീക്ഷകള് ടീച്ചർമാർക്കുള്ള യോഗ്യതാ പരീക്ഷകൾ എന്നതിലുപരി സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് കൂടി നിർബന്ധിതമാക്കിയതിന് ശേഷമുള്ള ആദ്യത്തെ പരീക്ഷയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 18-20 വർഷം സർവീസിലുള്ള അധ്യാപകർ മുതൽ ഇപ്പോ TTC B.Ed കഴിഞ്ഞവർ വരെ ഒരുപാട് പേര് ഇന്ന് മത്സര പരീക്ഷ എഴുതാനായിട്ട് വരുന്നുണ്ട്. 18-20 വർഷം സർവീസുള്ള അധ്യാപകരും ഇപ്പോ TTC B.Ed കഴിഞ്ഞ അധ്യാപകരും എല്ലാവരും എഴുതാൻ വരുന്ന ഒരുപാട് അപേക്ഷകരുള്ള ഒരു യോഗ്യതാ പരീക്ഷയാണ്. അപ്പൊ പരീക്ഷ കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ് എക്സാം, ഇവർക്ക് എങ്ങനെ എഴുതാൻ പറ്റി എന്നുള്ളതൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. കുഴപ്പമില്ലാത്ത പരീക്ഷ. അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ പണ്ട് കൂട്ടി വെച്ച സംഭവം വീണ്ടും എടുക്കല്ലേ, വീണ്ടും പഠിക്കാണ്. കുഴപ്പമില്ല, ഇപ്പൊ ഇത് കാണുമ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റുമോ. പരീക്ഷ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മള് ഇവിടുന്ന് പിടുത്തപ്പെട്ട് കുറെ കാലമല്ലോ. അതിന്റെ അതാണ് സൈക്കോളജിയും പഠിച്ചിട്ട് കറക്കി കുത്തിയതാണ്. പഴയ പണ്ട് നമ്മൾ PSC എങ്ങനെയാണോ കിട്ടിയത് ആ ഒരു ഇപ്പൊ കറക്കി കുത്തി നോക്കി സൈക്കോളജി ഒക്കെ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷെ അത് നോക്കി കഴിഞ്ഞാൽ സബ്ജക്റ്റുകള് EVS കുറച്ചൊരു ടൈറ്റ് ആണ്. അത് കുഴപ്പമില്ല, മാത്സ് ആണെങ്കിലും ഇപ്പൊ മലയാളം ആണെങ്കിലും അങ്ങനെ കുഴപ്പമില്ല. പരീക്ഷ പിന്നെ എളുപ്പമാണ്, പരീക്ഷ അത്ര ടഫ് ഒന്നുമല്ല. സൈക്കോളജി ഒക്കെ സൈക്കോളജി പൊതുവെ എളുപ്പമാണ്. കുറച്ച് കാലത്തിന് ശേഷമാവുമല്ലോ ഇപ്പം സൈക്കോളജി ഒക്കെ എഴുതുന്നത്, നമ്മൾ പഠിക്കുന്നത്. അപ്പം എങ്ങനെ ഹെൽപ്പ് ഒക്കെ നമ്മള് അധ്യാപകർ എന്നുള്ള നിലക്ക് അധ്യാപകരാണല്ലോ, സർവീസിലുള്ളവരാണ്. സൈക്കോളജി ഒക്കെ പഠിക്കേണ്ടി വരാറുണ്ട് പലപ്പോഴും. കാരണം കുട്ടികള് പല രൂപത്തിലുള്ള കുട്ടികൾ വരുമ്പോൾ പുതിയ അപ്ഡേഷൻ ഒക്കെ ഉണ്ടല്ലോ, കുട്ടികൾ അപ്ഡേറ്റഡ് ആണ്. നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കാറുണ്ട്. അധികം പ്രിപ്പയർ ചെയ്യാതെ എഴുതിയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമ്മളെ വർക്കിന്റെ ഇടയിൽ നമ്മളെ അനുഭവങ്ങൾ. പിന്നെ സയൻസ്, ഇംഗ്ലീഷ്, ലാംഗ്വേജ് ഒക്കെ മാത്സ് ഒക്കെ സിമ്പിൾ ആയിരുന്നു. പിന്നെ സൈക്കോളജിയും സിമ്പിൾ വേർഷൻ തന്നെ വന്നത്. ഇംഗ്ലീഷും മലയാളത്തില് കുറച്ച് ഒരു കാവ്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി പോവാം. ആൻസർ കീ നോക്കിയിട്ട് നിശ്ചയിക്കാം.